നവംബർ കടന്ന് ഡിസംബറിലേക്ക് എത്തുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ക്രിസ്തുമസിനും അടുത്ത പുതുവർഷത്തിനും വേണ്ടിയാണ്. ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ ഒരു ഒക്കേഷനാണ്. ശരിക്കും തലസ്ഥാനത്തെ ക്രിസ്തുമസ് കാഴ്ചകൾ കാണണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒരല്പം ഇരുട്ട് തുടങ്ങുന്ന സമയത്ത് വേണം ഇറങ്ങാൻ എന്ന് വേണം പറയാൻ. കാരണം തിരുവനന്തപുരത്ത് മുഴുവൻ ഇപ്പോൾ സകല പള്ളികളും വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നുണ്ട്. പള്ളികളല്ലാത്തയിടങ്ങളിൽ പോലും നക്ഷത്ര വിളക്കുകൾ തൂങ്ങുന്നുണ്ട്. ക്രിസ്തുമസിൻ്റെ മനോഹരമായ കാഴ്ചകൾ തിരുവനന്തപുരത്ത് ഒരു പള്ളിമുറ്റത്ത് നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് പാളയം പള്ളിയിലാണുള്ളത്. ഇവിടെ ക്രിസ്തുരാജൻ്റെ ജീവിതത്തിലെ ഓരോ വിശിഷ്ട അനുഭവങ്ങൾ ദൃശ്യാവിഷ്കരണം നടത്തിയിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് അന്നമ്മ സെബാസ്റ്റ്യൻ. ചേച്ചി പറയും ഇതിനെക്കുറിച്ച്. ഈ ഒരു എങ്ങനെയാണ്, എന്തിനാണ് ഇങ്ങനെ ഈ മൂന്ന് കുട്ടികൾ ഇവിടെ രാജാക്കന്മാരുടെ വേഷം കെട്ടി നിൽക്കുകയാണ്? വളരെ സുന്ദരന്മാരാണ് മൂന്നുപേരും. ആ ഒരു പഴയ കാലത്തെ ക്രിസ്തുവിൻ്റെ കാലത്തെ ആ ഒരു കഥകൾ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇവരുടെ കയ്യിൽ ഗിഫ്റ്റുകളുണ്ട്. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തായാലും ചേച്ചിയോട് ചോദിക്കാം, എന്താണ് ചേച്ചി ഈ കഥയുടെ ഒരു പിന്നിലുള്ളത്? അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്, ക്രിസ്മസ്. അപ്പോൾ ക്രിസ്തോ ഫെസ്റ്റ് എന്ന് പറഞ്ഞ് 3 ദിവസം നമ്മൾ പരിപാടി നടത്തിയിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം നമ്മൾ എല്ലാ പിള്ളേരുമായിട്ടുള്ള ക്രിസ്മസ് കരോള്, അതുപോലെ തന്നെ ഉണ്ണീശോയുടെ പുൽക്കൂട്. ആദ്യമത്തെ ദിവസം നമ്മൾ ഈ സ്റ്റാർ ഹോസ്റ്റിംഗ് ആയിരുന്നു. എല്ലാ യൂണിറ്റിൽ നിന്ന് ഓരോ യൂണിറ്റ് ഉണ്ട് പള്ളിക്ക്. അങ്ങനെ 47 യൂണിറ്റ് ഉണ്ട്. ഓരോ യൂണിറ്റിൻ്റെ വകയായിട്ട് 5 സ്റ്റാർ വീതം കൊണ്ടുവന്ന് പള്ളിയിൽ ഇങ്ങനെ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ദിവസത്തെ. രണ്ടാമത്തെ ദിവസം ഇന്നലെ ഞങ്ങൾ കാറ്റഗിസം കുട്ടികളും പിന്നെ പേരൻസ്, യൂണിറ്റ് ലീഡേഴ്സ്, വാർഡ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ പള്ളിയിൽ നിന്ന് വിജയ് ഹോൾ വഴി ചുറ്റി ഇവിടം വരയ്ക്ക് ഒരു പ്രൊസഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ലൈവായിട്ടുള്ള പുൽക്കൂടുണ്ടായിരുന്നു. യേശു, മാതാവ്, ഉണ്ണീശോ, കുട്ടി എല്ലാം എല്ലാം ലൈവായിട്ടുള്ളത് തന്നെയായിരുന്നു. അതൊരു നല്ലൊരു ഇതായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. അച്ഛന്മാർ അതുപോലത്തെ നല്ല അച്ഛന്മാരാണ്. എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള അച്ഛന്മാരാണ്. അതുകൊണ്ട് പിന്നെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞാൻ പട്ടംപാടിൻ്റെ ലീഡറാണ്. അപ്പം ഞങ്ങൾക്ക് പട്ടംപാടിനാണ് രാജാക്കന്മാരെ കിട്ടിയിരിക്കുന്നത്. ആദ്യത്തേതെന്ന് വെച്ചാൽ മാതാവിൻ്റെ മംഗളവാർത്തയാണ്. മംഗളവാർത്ത മാതാവിനോട് മേരിയോട് ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്നു, നിനക്കൊരു കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞിനെ യേശു എന്ന് പേരിടണം, അത് ദൈവപുത്രനാണെന്നുള്ളത് പറയുന്നതാണ് ഒന്നാമത്തെ അവിടുത്തെ ദൃശ്യാവിഷ്കാരം നടത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ നടത്തിയിരിക്കുന്നത് സത്രത്തിൽ മാതാവിനെ ഉണ്ണിയെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് സമയപ്പോൾ ഒരു സത്രത്തിൽ പോയി. അവിടെ ചെന്ന് ചോദിക്കുമ്പം അവർ സമ്മതിക്കത്തില്ല, ഇവിടെ പറ്റത്തില്ല, ഇവിടെ എല്ലാം ഭയങ്കര തിരക്കാണ്, ഫെസ്റ്റിവൽ ടൈമായിരുന്നു, അപ്പോൾ അവിടെയൊക്കെ തിരക്കാണ്, അതുകൊണ്ട് പറ്റിയല്ലാന്ന് പറഞ്ഞു. മൂന്നാമത്തതാണ് നമ്മുടെ ഉണ്ണീശോയുടെ പുൽക്കൂട്. അതായത് ആട്ടിടയന്മാരും ആട്ടും തൊഴുത്തിനകത്താണ് ഉണ്ണീശോയ്ക്ക് ജന്മം കൊടുക്കുന്നത്. അതാണ് പുൽക്കൂടായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. നാലാമത്തേത് ദൃശ്യാവിഷ്കാരം എന്താണെന്ന് വെച്ചാൽ ആട്ടിടയന്മാർക്ക് പറയുന്നു, ഇങ്ങനെ ഉണ്ണി ജനിച്ചിട്ടുണ്ട്, അത് ദിവ്യ ശിശുവാണ്, ദൈവമാണ് വന്ന് പിറന്നിരിക്കുന്നതെന്നുള്ള ആട്ടിടയന്മാരോട് പറയുന്നതാണ് നാലാമത്തെ ആവിഷ്കരണം. അഞ്ചാമത്തത് ഇവരുടെയാണ്. ഇവരെ പൂജ രാജാക്കന്മാരാണ്. ഇവർ ഉണ്ണി ജനിച്ചതറിഞ്ഞ അന്ന് ഹെറോദസിൻ്റെ കാലമാണ്. അപ്പം രാജാവിൻ്റെ ഈ സ്ഥാനം പോകുമ്പോൾ രാജാവ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ജനിക്കുന്ന ഉണ്ണിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു. അപ്പോൾ ഇവർ 3 രാജാക്കന്മാരുടെ പേര് പറ നിങ്ങൾ. ഇവർ 3 പേരും ഹെറോദോസിനെ അറിയാതെ വന്ന് ഉണ്ണിയെ കാണാൻ വേണ്ടി സ്വർണം, കുന്തിരിക്കം, മീറ, ഈ 3 സാധനങ്ങളായിട്ട് വന്ന വില ഉള്ള സാധനങ്ങളാണ് ഉണ്ണിക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഇവർക്ക് വളരെ സന്തോഷമായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ? നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അല്ലേ? നിങ്ങൾ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള രാജാക്കന്മാരെ നിങ്ങൾ തന്നെ അല്ലേ? എന്താ ചെയ്യുന്നത്? ഞാൻ ബികോം ഫൈനൽ ഇയർ എൻട്രൻസിന് പഠിക്കുന്നു. BSc ഇലക്ട്രോണിക്സ് ഫസ്റ്റ് ഇയർ. ആറാമത്തെ സ്റ്റേഷൻ ഈജിപ്തിൽ ഹെറോദസ് ഇങ്ങനെ കൊല്ലും എന്നുള്ളത് അറിഞ്ഞ് ഈജിപ്തിൽ നിന്ന് യേശുവിനെയും കൊണ്ട് ഉണ്ണിയെയും കൊണ്ട് മാതാവും യേശുപിതാവും ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യുന്നതാണ്.